നമ്മുടെ നിലവിലുള്ള ലഭ്യമായിട്ടുള്ള വിഒമാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ഒരാൾക്ക് ചാർജ് കൊടുക്കാനൊക്കെ സാധ്യതയുള്ളൂ. അതിനുള്ള വിഒമാരുള്ളൂ ഉള്ള ഈ പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ അനന്തപുരം നിന്നുള്ള ചാർജിന് നമ്മൾ ചാർജ് കൊടുക്കരുത്. ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തിനാണ് അയാൾ പറയുന്നത് അറിയോ. നിങ്ങളിപ്പോൾ അയാളെ പഞ്ചായത്തിന്റെ അധികാരമല്ല ഈ കാര്യത്തിന്റെ അധികാരം അധികാരം ആരൊക്കെ തരുന്നത് എന്തധികാരം നിങ്ങൾ പി എസ് ആറെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയി വിളിക്കുക. നമുക്ക് ഈ ലൈഫ് നമ്മളെന്താ നമുക്ക് കാര്യത്തിൽ നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറിയോട് ഈ കാര്യങ്ങൾ പറയുന്നത് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ഇവനെ വിളിച്ചിട്ട് മറ്റേ ലൈഫിന്റെ പ്രോജക്ട് നിർവഹണം നടത്താൻ പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറി എനിക്ക് പിയോട് പറയാൻ വേണ്ടി നിങ്ങളെ പഞ്ചായത്തിന്റെ കാര്യം നോക്കണം. അത് നമ്മൾ ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ 2 സെക്കൻഡ് ഇത് ലോഗിൻ ഉണ്ടായി കൊടുത്തില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ലോഗിനായിട്ട് ഈ കുറെ കാര്യങ്ങൾ ഞങ്ങളെന്തറിയോ ഞങ്ങളോട് ഇന്ന് വിയോ പറഞ്ഞത് വീഡിയോ ഇന്നലെ ഞാൻ ഇവരെ വിളിച്ചതിന് ശേഷം ഞാൻ വിയോനെ ഇവിടെ എന്താ വെച്ചാൽ വിയോമാരുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഇത് നമ്മളല്ലാതെ ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റേതെങ്കിലും പഞ്ചായത്തിൽ വിയോനെ എടുക്കുക അതും സമ്മതിക്കില്ല. എല്ലാ പഞ്ചായത്തിലും വിയോമാരെ ആവശ്യമല്ലേ. അവർക്ക് ഇറങ്ങി ഇവരോടൊക്കെ പറഞ്ഞ് നമ്മൾ ഒരാളെ താൽക്കാലിക ചുമതല കൊടുത്ത് നമ്മൾ കേന്ദ്രത്തിൽ അത് ചെയ്തു. എന്താ സംഭവം അറിയോ. കോട്ടപ്പാട് പഞ്ചായത്തിൽ സെറ്റ് 2 വിയോ ആണ്. 2 വിയോ ആനന്ദല്ലൂര് 2 ഇവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ വെച്ചാൽ രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കും ഈ പ്രയാസങ്ങൾ ആ ഒരു കൂടെ മനസ്സിലാക്കാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തു. ഈ വീഡിയോനെ മാറ്റിയിട്ട് വിയോനെ മാറ്റിയിട്ട് മറ്റു ഒരാൾക്ക് മുഴുവനായിട്ടുള്ള ചാർജ് അത് ജെഡിയോട് പറഞ്ഞാൽ ഇത് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോ സെക്കൻഡിൽ പോയി കാണുന്നുണ്ട്. ജെഡിയുടെ കാര്യം ജെഡിയിൽ ഇങ്ങനെ വിളിച്ചിട്ടിങ്ങനെ ഒരു വിയോനെ അവിടുന്ന് മാറ്റിയപ്പോൾ ആ 5 ദിവസം അതാണ് ഇപ്പം എല്ലാവരും അങ്ങനെ വിളിക്കുമ്പോൾ മുമ്പർക്ക് അതിൻ്റെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ട്. എല്ലാം മാനേജ് ചെയ്ത് പോകണ്ടേ. അപ്പോൾ അതിനുള്ള ശ്രമമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ ജെഡിക്കാണ് അത് ഒരാൾ ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് പൂർണ്ണമായിട്ട് എന്തായാലും ഇതിലൊന്ന് വന്നതിനൊന്ന് വിളിച്ചിട്ട് ആദ്യം വിളിക്കാം. വിയോനോടൊന്ന് ഇതിലൊന്ന് ഇടപെടാൻ പറയാം. കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് ചെയ്യാൻ എന്തെങ്കിലും സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞ അവിടുത്തെ വിവരങ്ങൾ അറിയാം. കാരണം നമുക്ക് നിങ്ങൾക്ക് ചാർജാണ്. ആയിക്കോട്ടെ നോക്കിയിട്ട് എന്താ വെച്ചാൽ അവിടെ അത് ചിലപ്പോൾ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവരോട് എന്താണെന്ന് ചോദിച്ചിട്ട് അവരുടെ കാര്യം എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്തു കേട്ടോ. ആള് വരുന്നതിനെ കുറിച്ചിട്ട് ഇന്നലെ ഞാൻ മറ്റേ പ്രസിഡന്റിനോട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഗവൺമെന്റിൽ നിന്നുള്ള ആൾ വരുന്നതിന് ബന്ധപ്പെട്ട് ജെഡി വിളിച്ചത് പ്രസിഡന്റ് നമ്മളിവിടുന്ന് കത്തായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജെഡി ഇടുന്നിട്ട് ആളിടാൻ നമുക്ക് അങ്ങോട്ട് നിർദ്ദേശിക്കാൻ പറ്റില്ല. അതെ അതെ. അപ്പോൾ അവർക്കത് ചെയ്യാം. അപ്പോൾ അവർ വിളിച്ചപ്പോൾ അതിന് തീരുമാനം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പ്രസിഡന്റ് പറഞ്ഞു വിളിച്ചിട്ട് ഏർപ്പാടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്താ മൊത്തം ഇവിടെ കിടക്കും. അതാണ് ഇനിയിപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതെന്താ ഇത് നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും. ഇത് ഞാനീ പറയുന്ന ഞാനിതുപോലെ പ്രയത്നം ഇതേ ഇഷ്യൂ നിൽക്കുന്നുണ്ട്. നിവർത്തിയില്ലല്ലോ. അല്ല അങ്ങനെയൊന്നും പറയല്ല. കാരണം നിങ്ങളവിടെ കാര്യങ്ങൾ ചെയ്യണ്ടില്ല. മറ്റേ ആനന്ദ പഞ്ചായത്തിൻ്റെ കുറിച്ച് ചാർജ് ഏറ്റെടുത്തതോടൊപ്പം തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ചില്ലറ കാര്യങ്ങൾ അത് ഞാൻ അവരോട് പറഞ്ഞു. അവർക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവർക്കെന്താ വെച്ചാൽ അവരുടെ കാര്യങ്ങൾ കൂടെ അതിനകത്ത് നടന്നു പോകുന്നതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അവരുടെ സംശയങ്ങൾ അവർക്ക് ഡൗട്ട്സാണ്. അതൊന്ന് ക്ലിയർ ചെയ്തോളൂ കേട്ടോ. അതൊക്കെ നിവർത്തിയൊന്നുമില്ല. പറഞ്ഞാൽ അങ്ങനെ ചെയ്തത് നമുക്ക് അറിയാൻ പറ്റില്ല. വ്യക്തിപരമായിട്ടുള്ള നമുക്കൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ നിലവിലെ സിറ്റുവേഷനുകൾ ടാക്കിൾ ചെയ്യും കേട്ടോ. കോട്ടപ്പുറം പഞ്ചായത്തിലെ മറ്റേ ലൈഫ് മിഷനിൽ ടെസ്റ്റ് ഫണ്ടായിരുന്നു. വിയോ ഇല്ല എന്ന് പറഞ്ഞ് 2 മാസത്തോളമായി ഇവരെ നിരന്തരം വരും. ഇവരെ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവിടെ നിൽക്കുമെന്ന് പറയും. അങ്ങനെ സ്വീപ്പാക്കി തുടങ്ങി 2 മാസത്തോളമായി. അപ്പോൾ ഞങ്ങൾ വീഡിയോനോട് വന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ മറ്റേ വിയോ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് വിയോനോട് ഉച്ചക്ക് വിയോനോട് വീഡിയോ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിയോനോട് സംസാരിച്ചിട്ട്
ബാക്കി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യം വിഒ സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിന്ന് സെക്രട്ടറിനെയും പ്രസിഡൻറ്റിനെയും വിഒനെയും കണ്ട് എന്നാൽ തീർപ്പാക്കിയിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. ഇതിനി വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടി വരും. കാരണം 4-5 ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട വിഷയം ഇതിങ്ങനെ ഇട്ട് നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും പരിപാടി നിർത്തിയിട്ട് ഉദ്യോഗസ്ഥന്മാർ താൽക്കാലികമായിട്ട് അത്യാവശ്യം പൊളിച്ചിടിച്ച വീടുകൾ അടിയന്തരമായി വന്ന് കണ്ടിട്ട് അതിൻ്റെ വന്ന് വിഒ പരിശോധനയും കഴിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഗഡുവിൻ്റെ പരിശോധനയും കഴിച്ചിട്ടുണ്ട്, വണ്ടി എടുത്ത് വരെ അവിടെ കൊണ്ടുപോയി എല്ലാം കഴിച്ചിട്ടുണ്ട്. ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കണമെന്ന് സെക്രട്ടറിനോടും പ്രസിഡൻറ്റും ഒന്ന് ഇടപെട്ട് ഇത് ചെയ്തു തരണമെന്ന് താഴ്മയോടെ പറയുന്നു.